Hi lovely people, so glad you are here on Amala Mithun. Welcome to my channel. Today we are back with another special recipe. Let's make butter garlic eggs. First തന്നെ 3 egg അങ്ങോട്ട് പൊട്ടിച്ചു കഴിക്കാം. 1, 2 and 3. 3 eggs നമ്മൾ ബൗളിൽ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. സോൾട്ട് ഇട്ട് കൊടുക്കാം. സോൾട്ട് ആഡ് ടു ടേസ്റ്റ്. ഓക്കെ. ഇനി 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യാം. ഇനി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബ്ലെൻഡർ വെച്ച് തന്നെ എഗ്ഗ് ബീറ്റ് ചെയ്യണമെന്നില്ല. വിസ്ക് ഉപയോഗിച്ചോ ഫോർക്കോ സ്പൂണോ എനിത്തിങ് നമുക്ക് യൂസ് ചെയ്യാം. കയ്യിൽ ബ്ലെൻഡർ ഉള്ളത് കൊണ്ട് യൂസ് ചെയ്തതേ ഉള്ളൂ. ഇത് നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ദെൻ ടേൺ ഓൺ ദ സ്റ്റവ് ആൻഡ് പ്ലേസ് ദ പാൻ. സ്മോൾ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ബട്ടർ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ബീറ്റ് ചെയ്ത് എഗ്ഗ് ഒഴിച്ചു കൊടുക്കാം. ഇനി എഗ്ഗിനെ ഒന്ന് ചിക്കിയെടുക്കാം. ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. എഗ്ഗ് പൊരിക്കുന്ന മണം അടിച്ച് തുടങ്ങിയപ്പോഴേക്കും വീട്ടിലെ കുഞ്ഞിക്കണ്ടം പൂച്ചയ്ക്ക് ഇരിക്കപ്പുറതയില്ല. മോനാണെങ്കിൽ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ തൊട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മുട്ട പൊരിക്കുന്ന മണം അടിച്ച് തുടങ്ങിയപ്പോഴാണ് ടുംടുമാവ ഫുൾ ചാർജ് ആയത്. ചിക്കി എഗ്ഗിൽ നിന്ന് ചെറിയൊരു പീസ് മോനും കൊടുത്തപ്പം ടുംടുമാവയ്ക്ക് ഇഷ്ടമായി. ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞതിൽ പിന്നെ മണം പിടിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ട്. എഗ്ഗ് നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചിക്കി എഗ്ഗിനെ ട്രാൻസ്ഫർ ടു ദ പ്ലേറ്റ് ഓർ ബൗൾ. പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഇനി സ്റ്റൗ ഓൺ ചെയ്യാം. സെയിം പാൻ എടുത്ത് വെക്കാം. സ്മോൾ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബട്ടർ മെൽറ്റായി വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ എടുത്തേക്കുന്നത്. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സ്റ്റിൽ അൺടിൽ ദ റൗ സ്മെൽ ഫെയ്ഡ്സ് അവേ. ഗാർലിക്കിൻ്റെ പച്ചമണം നല്ലപോലെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡറും കൂടി 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചുവന്ന മുളകിൻ്റെ ഒരു പച്ച സ്മെല്ലുണ്ട്, അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇളക്കി കൊടുക്കുന്നത്. ദെൻ നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം. 7.50 ഗ്രാം കോൺഫ്ലവർ എടുത്തേക്കുന്നത്. ദാറ്റ് മീൻസ് 1/2 ടേബിൾ സ്പൂൺ. ഇനി കുറച്ച് വാട്ടർ ആഡ് ചെയ്യാം. കോൺഫ്ലവർ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട പിടിക്കാതെ നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിനെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ദെൻ 125 ml മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ദാറ്റ് മീൻസ് 1/2 കപ്പ് ഓഫ് മിൽക്ക്. മിൽക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലവർ ആയതുകൊണ്ട് മിൽക്ക് വേഗം തിക്കായി പോകും. സോ കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. വേഗം തന്നെ ഇത് തിക്കായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ച് നമ്മൾ ചിക്കി എഗ്ഗിനെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കി എഗ്ഗും ക്രീമി മിൽക്കും ബട്ടറും ഗാർലിക്കും കൂടിയുള്ള ആ ഫ്ലേവറും ഇറ്റ്സ് സോ യമ്മി. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു പ്ലേറ്റിലോട്ടോ ബൗളിലോട്ടോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ദെൻ വി ക്യാൻ ആഡ് ചില്ലി ഫ്ലേക്സ് ആസ് പെർ അവർ വിഷ് ആസ് ടോപ്പിംഗ്സ്. ഫസ്റ്റ് എഗ്ഗ് ബീറ്റ് ചെയ്ത ടൈമിലാണ് ഞാൻ സോൾട്ട് ആഡ് ചെയ്തത്. ദെൻ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. സോൾട്ട് വേണമെന്ന് തോന്നിയിട്ടില്ല. അത്യാവശ്യം സോൾട്ട് ഉണ്ട്, വേണമെങ്കിൽ ആഡ് ടു ടേസ്റ്റ്. ഓക്കെ. കുറച്ച് നേരമായിട്ട് ടുംടുമാവയുടെ കുഞ്ഞിക്കൈ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ചോദിക്കണം ഇല്ലെങ്കിൽ തരുമോ, അല്ലെങ്കിൽ വേണ്ട ഞാനങ്ങ് എടുക്കുക. അങ്ങനെ കുഞ്ഞിക്കണ്ടം പൂച്ച എഗ്ഗ് എടുത്തിട്ട് പോയി. മോൻ ഒരുപാട് ഇഷ്ടമായി. ദാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബട്ടർ ഗാർലിക് എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ആൻഡ് വളരെ ടേസ്റ്റിയാണ്. സാധാരണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ടൈം എടുക്കുന്നത്. അല്ലാണ്ട് നോർമലായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വേഗം ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മൗത്തിലോട്ട് വെക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റും ക്രീമിയാണ്. ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ്സ് റിയലി ടേസ്റ്റി. വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നും. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ നമുക്ക് കഴിക്കാം. മസ്റ്റ് ട്രൈ റെസിപ്പി ആട്ടോ ഇത്. അത്ര ടേസ്റ്റിയാണ് ആൻഡ് ഈസി ട്രൈ ഫോർ എവ്രി വൺ. ഐ ഹോപ്പ് ദിസ് വീഡിയോ is useful. If so, please like, share and subscribe for more easy recipe. Thank you.